ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കക്കാർച്ചി ഫ്രൈ എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. നമ്മളിവിടെ ഇറച്ചി മേടിച്ചിട്ട് ഫ്രൈ ചെയ്യുവല്ല, നല്ല ഫ്രഷ് ആയിട്ടുള്ള കക്ക നമ്മൾ കുക്ക് ചെയ്ത് അതിൽ നിന്ന് ഇറച്ചി എടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുവാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ കക്ക നന്നായിട്ട് കഴുകിയിട്ട് നമ്മളൊരു കലത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരുപാടുണ്ടെങ്കിലും നമ്മളിത് കുക്ക് ചെയ്തിട്ട് പെറുക്കി വരുമ്പോഴത്തേക്ക് കുറച്ച് മാത്രമേ നമുക്ക് കാണത്തുള്ളൂ. അപ്പോൾ ഈ ഒരു കലത്തിൽ ഇത്രത്തോളം കക്ക ഉണ്ട്. ഇനി നമുക്കിത് നല്ല രീതിയിൽ കുക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഷെല്ലൊക്കെ ഫുള്ളായിട്ട് ഓപ്പൺ ആയിട്ട് ഇതുപോലെ ഇതിൽ നിന്നും വെള്ളം നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വന്നു കഴിയുമ്പം നമുക്കിത് ഫുള്ളായിട്ട് കുക്കായെന്ന് മനസ്സിലാകും. ഇനി നമുക്കതിന് ശേഷം ഇതിൽ നിന്ന് ഇറച്ചി നമുക്ക് വേർതിരിച്ചെടുക്കണം. ഇത് കുക്ക് ചെയ്യുന്ന ടൈമിൽ നമ്മളിതിൽ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല. പക്ഷേ ഇത് വെന്ത് കഴിയുമ്പോൾ ഇതിൽ നല്ല രീതിയിൽ വെള്ളം കാണും. അപ്പോൾ നമ്മളിതുപോലെ അരിപ്പ പോലുള്ളൊരു പാത്രത്തിലേക്കാണ് നമ്മൾ ഈ വെന്ത കക്കായും ഇറച്ചിയും കൂടെ കോരിയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിൽ നമ്മൾ ഈ വെള്ളം കളക്ട് ചെയ്യാനായിട്ടൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഇറച്ചി ഇതിലേക്ക് കക്കായും ഇറച്ചിയും കൂടി ഇതിലേക്ക് കോരിയിടുമ്പോൾ എക്സ്ട്രാ ഉള്ള വെള്ളമൊക്കെ നമ്മൾ ആ താഴെ വെച്ചിരിക്കുന്ന പാത്രത്തിൽ കളക്ട് ആകും. അതുപോലെ തന്നെ ബാലൻസ് ഉള്ളത് ആ കലത്തിലും കാണും. എന്നിട്ട് നമ്മൾ ഇത്രയും ഉണ്ടെങ്കിൽ തന്നെ നമ്മളിത് പെറുക്കി വരുമ്പോൾ മൊത്തത്തിൽ നമുക്കിത് ഇത്ര ഇറച്ചിയാണ് കിട്ടിയിട്ടുള്ളത്. ബാലൻസ് എല്ലാം ഷെല്ലായിരുന്നു. അപ്പോൾ ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്യാനുള്ള പാത്രം നമ്മൾ സ്റ്റൗ ഓൺ ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ നമ്മൾ കടുക് പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പെറുക്കിയെടുത്ത ആ കക്ക ഇറച്ചി നമ്മൾ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കണം. ചെറിയ രീതിയിൽ മണ്ണൊക്കെ കാണും. പിന്നെ നമ്മളിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ നന്നായിട്ടൊന്ന് ഒരുപാട് അങ്ങ് ചതച്ചിട്ട് പേസ്റ്റ് ആക്കിയിട്ടില്ല, ഒന്ന് ചതച്ചെടുത്തതും ആവശ്യത്തിനുള്ള എരിവിനുള്ള പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്ത് നമ്മളിത് നന്നായിട്ടൊന്ന് ആ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു രീതിയിൽ നല്ല തിന്നായിട്ട് അരിഞ്ഞ് 3-4 സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ആ എണ്ണയ്ക്കകത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് ഈ ഉള്ളിക്കൊക്കെ വേണ്ട ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ല രീതിയിൽ നമുക്ക് വഴറ്റിയെടുക്കാം. ഒന്ന് കവർ ചെയ്ത് വെച്ച് കൊടുത്ത് ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുത്ത് നല്ല രീതിയിൽ നമ്മൾ സവാള വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള കക്കാർച്ചി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആ മൊത്തം കക്കാർച്ചി എടുത്തിട്ടില്ല, കുറച്ച് നമ്മൾ ഒരു തീയൽ വെക്കാൻ വേണ്ടി എടുത്തിട്ട് ബാലൻസ് നമ്മളിതാ ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട്. ഇത് നമ്മളിപ്പോൾ വഴറ്റി വെച്ചിട്ടുള്ള സവാളയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ല രീതിയിൽ ഇളക്കി കൊടുത്തിട്ട് നമ്മളിതിലേക്ക് നമ്മുടെ ഇറച്ചിക്ക് വേണ്ട ഉപ്പ്, സവാളയ്ക്ക് നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് നമ്മളിത് കവർ ചെയ്ത് വെച്ച് കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇതിനകത്ത് വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് പോയിട്ട് ഡ്രൈ ആയിട്ട് നല്ല രീതിയിൽ മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ മസാല പ്രത്യേകം നമ്മളൊരു പാത്രത്തിലേക്ക് മസാല എടുത്തിട്ട് ഒന്ന് ചൂടാക്കി പച്ചമണം മാറിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതല്ലെങ്കിൽ നമ്മുടെ ഇറച്ചി ഇതുപോലെ ഒന്ന് സൈഡിലേക്ക് ആക്കി കൊടുത്തിട്ട് നമ്മളതിലേക്ക് മല്ലിപ്പൊടിയും ആവശ്യത്തിനുള്ള മുളക് പൊടിയും ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ നമ്മളൊന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ചൂടാക്കി മൂപ്പിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ പിന്നെ ഇറച്ചിയുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മസാലയും കക്കാർച്ചിയും എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ച് നല്ല ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഫൈനലായിട്ട് സ്റ്റൗ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വളരെ സിമ്പിളായിട്ടുള്ള കക്കാർച്ചി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ മറ്റ് വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്